السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الطاهرين من الله أما بعد. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ മാഷോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിയാണ്. അത് തന്നെ പേർഷ്യയിൽ നിന്ന് വന്ന് മക്കയിൽ കൊല്ലപ്പണി ചെയ്തിരുന്ന ജൂതന്മാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെ യഥാർത്ഥത്തിൽ ഒരു തമാശയാണ്. കാരണം ജൂതന്മാരെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ഈ ജൂതന്മാർ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടിയാണ് അദ്ദേഹം വരികൾക്കിടയിലൂടെ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ജൂതന്മാരായിട്ടുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ച ഖുർആൻ, ആ ഖുർആനില് ചില ശാസ്ത്രീയ സത്യങ്ങൾ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഖുർആൻ യഥാർത്ഥത്തിൽ ശാസ്ത്ര ഗ്രന്ഥമല്ല, അതൊരു ധാർമ്മിക സദാചാര വിശ്വാസ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു ഹിദായത്തിന്റെ ഗ്രന്ഥമാണ്. പക്ഷേ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്നുള്ള നിലക്ക് അതിൽ ചില ശാസ്ത്ര സത്യങ്ങൾ പറയുന്നു. ഇത് ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയേണ്ടത്. അതിലൊന്ന്, സൂറത്ത് അംബിയായിൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ കാലത്താ റത്തഖൻ, ആകാശഭൂമികൾ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നതായിരുന്നോന്നും ഫതഖനാഹുമ, നാമാണ് പിന്നീട് അതിനെ വേർപെടുത്തിയിട്ടുള്ളത് എന്നും ഈ നിഷേധികൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് ഖുർആന്റെ ഒരു ചോദ്യം. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രകാരന്മാർ പറയുന്ന പ്രപഞ്ച സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ധാരണയോട് അല്ലെങ്കിൽ തത്വത്തോട് ഏറെക്കുറെ യോജിക്കുന്ന ഒരു പ്രയോഗമാണ്. അതായത് ബിഗ് ബാങ് തിയറി, മഹാസ്ഫോടനം എന്നതാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട തത്വം. ഈ തത്വത്തോട് ഏറെക്കുറെ യോജിക്കുന്ന ഒന്നാണ് ഈ ആകാശഭൂമികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖുർആന്റെ ഈ പരാമർശം എന്നുള്ളത്. ഇത് ആരാണാവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത്? ആ കാലഘട്ടത്തിൽ ഇത്രത്തോളമൊക്കെ ശാസ്ത്ര കാര്യങ്ങൾ പുരോഗമിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നുവോ എന്നങ്ങനെ പറയാവുന്ന വല്ല ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നുവോ? ഈ അദ്ദേഹം പറയുന്ന ഈ ജൂതന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഈ ശാസ്ത്രമൊക്കെ അറിയുന്ന ആളുകളുണ്ടായിരുന്നു എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഖലഖക്കും ഫീ യഖ്ലുഖുക്കും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ഉലമാത്തിൻ സലാത്ത് എന്ന് ഖുർആൻ സുമറിൽ പറയുന്നു. അതായത് നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ ഒരു സൃഷ്ടിപ്പിന് ശേഷം, അതായത് ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായിട്ട് ഫീ ഉലമാത്തിൻ സലാത്ത്, 3 അറകളിലായിട്ടാണ് അവർ നിങ്ങളെ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഈ 3 അറകളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അത് അന്ന് ഖുർആൻ അവതരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഉണ്ടായിരുന്നുവോ? ശാസ്ത്രം അത്രത്തോളം പുരോഗമിച്ചിരുന്നുവോ? ഇതാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് മറ്റൊരു ചോദ്യം. മൂന്നാമത്തേത്, വൈന്നാല മൂസിയോൻ എന്ന് സൂറത്ത് ദാരിയത്തിൽ പറയുന്നു. അതായത് ആകാശത്തെ സൃഷ്ടിച്ചത് നമ്മളാണ്, നമ്മൾ അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ പ്രപഞ്ചം ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്ന കാര്യം. ഈ ഇത്രത്തോളം അന്ന് ശാസ്ത്രം വളർന്നിരുന്നുവോ? ഈ സംഗതി ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടുള്ളത്? ഈ ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം വെറുതെ നന്നമ്പിനെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് എന്നും, ഈ ഇത്രത്തോളം പുലർന്നിട്ടില്ലെങ്കിൽ, അതായത് ശാസ്ത്ര കാര്യങ്ങൾ പഠനം ഇത്രത്തോളം പുരോഗമിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടുള്ളത്? ഈ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്രത്തോളം ഈ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്.